ഇതാണ് തവിട്ടേരി ചെറുതില് വിഷുക്കട്ട ഉണ്ടാക്കല്ലേ അതിന് മനസ്സിലായി. കോലം റൈസ്, കൈമ റൈസ്. ദിസ് ഈസ് നൈസ്. റോസ് കൈമ റേറ്റ് കുറവല്ലോ ഇവിടെ, 86 രൂപയുള്ളൂ. ഹലോ, അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി അധികം ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇസിയും കുട്ടൂസൊക്കെ ഇപ്പോൾ എണീക്കണം. ഞാൻ കുത്തി എണീപ്പിച്ചതാണ് കേട്ടോ. എനിക്കിന്ന് തൃശ്ശൂർ പോകണം, ഡോക്ടറുടെ അടുത്തേക്ക് ഒന്ന് പോകണം. അതുപോലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇവർ കിടന്നുറങ്ങിയാൽ എൻ്റെ എല്ലാ പണികളും ചുറ്റും എൻ്റെ ടോട്ടലി ഞാൻ ലേറ്റായിട്ടാവും ഒന്ന് പോകുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മതി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ സമയം ഒരു 8 മണിയാവാറായിട്ട്, ഭയങ്കര നേരത്തെ ഒന്നുമല്ല. അപ്പോൾ ഇവരെ എണീപ്പിച്ചു. അതിന് മുന്നേ തന്നെ കുറച്ച് ജോലികളൊക്കെ തീർത്തുട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ അധികം അങ്ങനെ നടക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു, വെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർക്കാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ള എല്ലാവരും കഴിക്കും. അപ്പോൾ ഞാൻ പൂവും കൂടിയല്ലേ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ചോറിന് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാളും കഴിച്ചോളും. അപ്പോൾ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കറി വെച്ചു. അപ്പോൾ കുറച്ച് ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ. മുന്നത്തെ കുറച്ച് കട്ട്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അതെന്തായാലും തയ്ക്കില്ല. അപ്പോൾ ഞാൻ വരുന്ന വരെ ഒന്ന് ഇവരെ ഇവിടെ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ടി വിയും കണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി വെച്ചു കേട്ടോ, നേരത്തെ തന്നെ വെച്ചു. ചോറ് വെച്ചു. ഇനി നമ്മൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഓൾറെഡി ഞാൻ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൊട്ടി പോവാണ്ട് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ ബേക്കറി സ്റ്റൈൽ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള വഴറ്റി നമ്മൾ ക്യാബേജും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മാത്രം കാശ്മീരി ചില്ലിയും, ബാക്കി ഞാൻ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അധികം അങ്ങനെ ഇങ്ങനെ ചുവന്ന മുളക് ചേർക്കാറില്ല കേട്ടോ. കറിയിലായാലും പൊതുവെ ഇങ്ങനെ സ്നാക്സിലായാലും പിള്ളേർക്ക് ഇവിടെ എരിവ് കഴിക്കും, അതൊരു ഭാഗ്യം. അതിന് ശേഷം ഞാൻ വറുത്ത് ഇങ്ങനെ ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് താഴെ പൊടിച്ച് ചിക്കൻ ചേർത്തു. അതുപോലെ കാണണം എന്നുണ്ടെങ്കിൽ സ്മാഷ് ചെയ്ത പൊട്ടറ്റോസൊക്കെ ചേർത്ത് ഒരുപാട് ഇങ്ങനെ ഇളക്കി കുറച്ച് സാധനം മേടിക്കാനും അതിന് വറുത്ത് കോരി എടുക്കുന്ന നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ റെസിപ്പി ആയിട്ട് ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പം അമ്മയും വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് വരും. അപ്പോൾ ആ സമയത്തിന് മുന്നേ എൻ്റെ ഇവിടുത്തെ ജോലികളൊക്കെ തീർത്ത് ഞാൻ എത്തണം. അപ്പോൾ അതാണ് ഇങ്ങനെ ചടപടയെന്നാക്കി വേഗമാക്കുന്ന. അപ്പോൾ ഇത് വറുത്ത് വെച്ച് പോയാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിശക്കുമ്പോൾ ഇതെടുത്ത് കഴിച്ചോളൂല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുണ്ടാക്കി വരുമ്പോഴേക്കും അകം മുഴുവൻ മനസ്സിലാക്കിയാണ്ടാവും. ഞാൻ വിചാരിച്ചു താഴെ വെച്ചിട്ടൊക്കെയാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഏത് നൽകാണ് ഒരു സ്കൂളിൽ ഈ ക്രാഫ്റ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിച്ചാലും പഠിക്കണമല്ലോ കേട്ടോ. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റുമ്പോൾ കയറിക്കണ കാരണേ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, താഴേക്ക് വൃത്തികേടാവാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മുകളിൽ പോയിട്ട് സ്റ്റെയർ കയറുന്ന സ്പേസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ. ഇപ്പോൾ നോക്കിയപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വെച്ചാൽ മുകളിലൊക്കെ വാരി താഴത്തേക്ക് ഇടിപ്പിച്ചിട്ട് ഇതൊക്കെ ഞാൻ അടിച്ചു കൂട്ടി കളയാൻ പോവാണ്. കാരണം ഈ പൊട്ടിയ ക്രയോൺസ് അതിൻ്റെ ഇതൊക്കെ നുറുക്കൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാണ്. ഇനി അത് സൂക്ഷിച്ച് വെച്ചാൽ വീണ്ടും ശരി. അപ്പോൾ ഞാൻ നല്ല കുറച്ച് ടോയ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കളയാമെന്ന് വിചാരിക്കാൻ കേട്ടോ. കാരണം മുന്നൊക്കെ ഇങ്ങനെ കളയുമ്പോൾ എനിക്ക് അയ്യോ നല്ലതല്ലേ വെച്ചിട്ട് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വിഷമം കാണിച്ചാൽ എനിക്ക് ഇനി ഇരട്ടിപ്പടി. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് വീട്ടിൽ കളയാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്രയോൺസും ആവശ്യമുള്ള മാത്രം വെച്ചിട്ട് പൊട്ടി നോക്കും. അതിന് വരാൻ വരെ അയ്യോ ഞാൻ ചീത്ത പറഞ്ഞ് തോറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി കുളിച്ച് ഡ്രസ്സ് മാറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേയൊക്കെ അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോഴാണ് കുറച്ചെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോഴെങ്കിലും ഒന്നും ഇനി പിന്നെ ചെയ്യില്ല എന്ന് വിചാരിക്കും. പക്ഷേ വെറുതെ വീണ്ടും ഇതന്നെ ചെയ്യും. ഞാൻ നന്നാവുന്നത്. അപ്പോൾ ടി വി വെച്ച് അങ്ങനെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സോഫ നീക്കി അടിച്ചതാണ് കേട്ടോ. കാരണം സോഫയുടെ ഇല്ലാത്ത സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അടിച്ച് നാളെ എന്ന് ഞാൻ സോഫയിൽ നീക്കി അടിക്കില്ല. അത് 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോഴേക്കും അതിനുള്ളിൽ കൂമ്പാരമായിട്ടുണ്ടാവും. കുട്ടൂസിനാണെങ്കിൽ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇടുന്നൊരു സ്വഭാവമാണ്. പിന്നെ ഞാൻ ഇറങ്ങി കേട്ടോ, പോകാനായിട്ട് ഡ്രസ്സ് മാറി ഇറങ്ങി. ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഞാൻ പറഞ്ഞു നേരം ഉണ്ടായിരുന്നില്ല. ഈ പിള്ളേരെ കൊണ്ട് തോറ്റ് സ്കൂളില്ലെങ്കിൽ എളുപ്പമല്ല കേട്ടോ. നല്ല മഴ ഇറങ്ങാറായപ്പോൾ അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ.
ഇസയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ചില സ്കൂൾ ബസ്സാണ് കേട്ടോ വന്നത്. സ്കൂളിലാണെന്ന് വെച്ചാൽ ഇവർക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് വിടാൻ. സ്കൂളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫെജിയിലോട്ട് വന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂനെ അവിടെ ആ ഇഞ്ചെല്ലാം കണ്ടിട്ട് ബാഗ് മേടിച്ചിട്ട് ഡ്രസ്സൊന്നും വെക്കാനുള്ള അപ്പോൾ ഞാൻ എനിക്ക് ബ്രൈഡൽ ബൊക്കെയുടെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഗാൻസ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ലേസൊക്കെ കൊടുന്ന് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മ സ്റ്റിച്ച് ചെയ്ത് തരേ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഏഞ്ചലായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഷോ പീസസ് ആയിട്ട് വെക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒരു ബെഡ്റൂം മേക്ക് ഓവർ, അതുപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ മേക്ക് ഓവർ ചെയ്യാനുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. അഫോർഡബിൾ എന്ന് വെച്ചാൽ റേറ്റ് ഉണ്ട്, എന്നാലും മറ്റുള്ളവിടത്തേക്കാട്ടും കുറച്ചും കൂടി കുറവ് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ നാട്ടിൽ ഞാൻ ബ്രൈഡൽ ബൊക്കെയുടെ കുറേയൊക്കെ സാധനങ്ങൾ എടുക്കാറ്. നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് ഞാൻ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടേതായ ഒരു രീതിയിലാണ് മേക്കിങ് ചെയ്യാറ്. അപ്പോൾ ഇവിടെയും ബ്രൈഡൽ ബൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തന്നെ റേറ്റ് ഉണ്ട്. 2000 3000 ആ റേറ്റ്, അതിൻ്റെ ഇടയിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കല്യാണിലോട്ട് വന്നിട്ട് നമ്മൾ തൃശ്ശൂരിലുള്ള അശ്വനിയുടെ അവിടുത്തെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് റോസ്മേരി ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നോക്കി, പക്ഷേ അത് എടുത്തില്ല. ഞാൻ വിചാരിച്ച് പാക്കറ്റായിട്ടുള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഇങ്ങനെ അരി ഉണ്ടല്ലോ, മറ്റേ തവിടൊക്കെയുള്ള അരി, അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചു. കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും നമ്മളെ അവർ പറഞ്ഞ ആഡി സെയിൽ ഉണ്ടല്ലോ. അപ്പോൾ ആഡി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കല്യാണിലും ആഡി സെയിലുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഓഫറുണ്ട്. നമുക്ക് 60 രൂപയുടെ ഹൈഡൻ സിഗരറ്റ് 45 രൂപ, അതുപോലെ തന്നെ 3 ഉറി എടുക്കുമ്പോൾ 2 ഉറി ഫ്രീ, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ വന്ന് മേടിച്ച് വെച്ചാൽ വേണമെങ്കിൽ ഡേറ്റും കൂടെ നോക്കിയിട്ട് മേടിക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പൊടിയരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഫക്കെട്ടും പനിയൊക്കെയല്ല, അപ്പോൾ പൊടിയരി കുറച്ച് മേടിച്ചു. പിന്നെ അങ്ങനെ അല്ലാതെ കുറച്ച് വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങൾ, ഉണക്കലരി. ഈ ഉണക്കലരി എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിലുണ്ട്. അപ്പോൾ ചില സാധനങ്ങൾ ഇപ്പോൾ അമ്മൂന് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് മേടിച്ചാണ് കേട്ടോ. അമ്മൂനല്ല, അമ്മയ്ക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇനി വീണ്ടും കടയിൽ വന്ന് എടുക്കണ്ടേന്ന് വെച്ചിട്ട് അതാണ് കേട്ടോ ഇവിടെ നിന്ന് മേടിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ കടയിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് എനിക്ക് മറ്റേ തവിട്ടരി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച കുറച്ച് ഓഫറുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ച്. നമ്മൾ കോണിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലസ്സി, പിന്നെ നമ്മുടെ എന്താ പറയുക ടോപ്പിക്കാനയുടെ സ്ലൈസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോളിൽ നിന്ന് 2 കുർത്ത എടുത്തു. കുർത്ത ഡ്രസ്സസിനൊക്കെ നല്ല ഓഫറുണ്ട്. ഒരു 25% ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെമ്മറി ഫുള്ളായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ അരി ഉണ്ടല്ലോ നല്ലതാണ് കേട്ടോ കഴിക്കുന്നത്. വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ പറയാം പിന്നീട്. പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ഇവിടെ കരിക്കുണ്ടല്ലോ, നമ്മൾ കരിക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.